ഹലോ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഒന്ന് എണീക്കുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ദിയകുട്ടി എണീറ്റില്ല, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവൾ എണീക്കുമ്പോഴേക്കും എൻ്റെ തിരക്കുകളെല്ലാം തീർക്കാമല്ലോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ചൂടാനുള്ള മുല്ലമുട്ട് കോർക്കുന്നതും വിശേഷങ്ങൾ പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കാണുക. അപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ പലതിപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭഗവാന് ചാർത്താനുള്ള മാല കോർക്കാൻ, അതിന് വേണ്ടി പൂ പറിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തലേ ദിവസം പിടിച്ച് വയ്ക്കും, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതാ രാവിലെ കുളി കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്നു. പുതിയ മോൾ എപ്പോഴും എണീറ്റില്ല, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ കയറി അടുക്കളയിൽ കയറി കാപ്പി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും അനിയനും പശുവിനെ കറക്കാൻ ഫാമിലാണ് കേട്ടോ. എന്നും ഞാൻ ഈ ടൈമിൽ എണീക്കാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ടാണ് ഈ ടൈമിൽ എണീറ്റത്. അച്ഛനും അമ്മയും അനിയനും ഈ ടൈമിൽ എണീക്കും കേട്ടോ. ഫാമിൽ കയറിയിട്ട് പശുവിനെ കറവ് കഴിഞ്ഞ് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ എണീക്കും. ഒരു 4 മണി ആ ടൈമിൽ എണീക്കും കേട്ടോ. കാപ്പി റെഡി ആയപ്പോഴേക്കും അമ്മ പശുവിനെ കറന്ന് വന്നു കേട്ടോ. ഞാൻ അവർക്ക് കാപ്പി കൊടുത്ത് അമ്മ പറഞ്ഞു, നീ പോയിട്ട് വേഗം മാല കെട്ടിക്കോ, പൂ പറിച്ചിട്ട് രാവിലത്തെ പലഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നേരെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ അത് ആ മുറ്റത്ത് എത്തിയപ്പോൾ ഒരുപാട് പൂവുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ച് വെച്ചു. ഒരു മുല്ലമാലയും കെട്ടണം, ഒരു തുളസിമാലയും കെട്ടണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തുളസിമാല കെട്ടിക്കഴിഞ്ഞു, അതുപോലെ മുല്ലമാലയും കെട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് എന്തായി മാല കെട്ടി കഴിഞ്ഞു എന്നൊക്കെ വന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ട് പിന്നെ അപ്പോൾ അങ്ങനെ എൻ്റെ മുല്ലമാലയും തുളസിമാല കെട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള പൂവും കുറച്ചുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അമ്പലത്തേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മയും കുട്ടി ഇതാ പുറം കാഴ്ചയും കണ്ട് നിൽക്കുകയാണേ. അപ്പം അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അത് കണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഭഗവാന് കൊടുക്കാനുള്ള മാല. തുളസിമാലയുണ്ട്, മുല്ലമാലയുണ്ട്, ഒരു റോസ് പൂവുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ അപ്പോഴേക്കും അമ്മ ഇഡ്ഡലി സാമ്പാറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സാമ്പാറൊന്ന് വറവിടാനും അതുപോലെ ഉപ്പേരി ഒന്ന് വറവിടാനും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വറവ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഒരുങ്ങാൻ പോയി. ഒരുങ്ങൽ കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും എന്തെയും കുട്ടി റെഡിയായി ഓട്ടോറിക്ഷയിലേക്ക് കയറി. എങ്ങനെയുണ്ട്, ഞങ്ങൾ അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ 3 എന്താ പറയുക, വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് മുല്ലപ്പൂ വെച്ച് സുന്ദരികളായിട്ട് അമ്പലത്തിൽ പോവുകയാണേ. അപ്പോൾ വിഷുവിൻ്റെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്ന് പോകലുണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിലെത്താനായി. അമ്പലത്തിലെത്തിയിട്ടോ നമ്മൾ. എന്നിട്ട് അമ്പലത്തിലെത്തി തൊഴിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ സതിയമ്മ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ എപ്പോഴും കാണാറില്ല, അവിടുത്തെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് പോകാമെന്നൊക്കെ പറഞ്ഞു. ചേച്ചിയോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ നിന്ന് പായസം കുടിച്ചു. ഞങ്ങൾ നടന്ന് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. നടക്കാണ്ട് ഇനി ഒരുപാട് നടക്കാനുണ്ട്, എന്നാലും രസമാണ് കേട്ടോ നടന്നു പോരാന്ന് പറഞ്ഞാലേ. ഞാൻ ഒരു പ്രാവശ്യം നടന്നു പോന്നിട്ടുള്ളൂ. ഒന്നെങ്കിൽ ഏട്ടൻ്റെ കൂടെ പോരും, അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോറിക്ഷ എടുത്തിട്ട് പോരും. അപ്പോൾ അവിടെ വലിയൊരു പാറയുണ്ട്, അവിടെ ഹനുമാൻ പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് വ്യൂ കാണാൻ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ റോഡിൽ നിന്ന് നടക്കുവാണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ നടക്കാൻ ഉഷാറൊക്കെ കാണിച്ചു. പിന്നെ കുറച്ചേരം ഞാൻ എടുത്തു, അങ്ങനെ അച്ഛമ്മ എടുത്തു, അങ്ങനെ മാറി മാറി എടുത്ത് ഞങ്ങൾ ഏകദേശം വീടിനോട് എത്താനായപ്പോഴേക്കും ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ആക്കി തന്നു കേട്ടോ. അച്ഛമ്മയും കുട്ടി നടന്ന് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. കാരണം നടന്ന് വന്നിട്ടുള്ള ആ ഒരു ദാഹം നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ലൈം ജ്യൂസ് കുടിച്ചപ്പോൾ ശരിക്കും നല്ല ഒരു എനർജറ്റിക് ആയിട്ടോ, നല്ലൊരു എനർജി കിട്ടി. പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടില്ലേ സാമ്പാറൊക്കെ കഴിക്കുകയാണേ. അമ്മ സാരിയൊക്കെ മാറ്റി നൈറ്റ് കിട്ടു. ഞാൻ ഇതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാമെന്ന് വെച്ചിട്ട് ഞാൻ കഴിച്ചില്ല. അപ്പം അമ്മ വീഡിയോ ഞാൻ എടുക്കുന്ന കണ്ടിട്ട് അമ്മ ചിരിക്കുകയാണ്. അങ്ങനെ നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. അങ്ങനെ ദീമോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മ കഴിക്കണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പൂവ് കഴിച്ച് വെച്ചു കേട്ടോ. പൂവ് കഴിച്ച് വെച്ചിട്ട് എനിക്ക് ശരിക്കും കളയാൻ തോന്നുന്നില്ല, കാരണം അത്രയും റിസ്ക് എടുത്ത് കെട്ടിയതല്ലേ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ. പിന്നെ അറിയാം, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വന്ന് വല്ലാത്തൊരു സമാധാനമാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ കെട്ടിയ മാല ഭഗവാന് ചാർത്തി കൊടുക്കുന്ന കാണാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി, പിന്നെ പറയണ്ടല്ലോ സന്തോഷത്തിൻ്റെ ഒരളവ്. അപ്പം അങ്ങനെ എന്താ പറയുക, സന്തോഷവതിയായി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.